എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സ്പെഷ്യൽ കൃഷ്ണാനുഭവമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പയ്യെന്ന് വെച്ചാൽ ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ ഒരു കൃഷ്ണാനുഭവമാണ്. അങ്ങേര് അമ്മയുടെ ഫോണിൽ നിന്നാണ് ഞാനായിട്ട് സംസാരിച്ചത്. അപ്പം ആളൊരു കൃഷ്ണഭക്തൻ എന്ന് വെച്ചാൽ അത്രയും വലിയൊരു കൃഷ്ണഭക്തനാണ്. ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കും. അപ്പം എന്നോടിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ അമ്മയുടെ പെർമിഷനായിട്ടാണ് ഞാനായിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ പറയും. അപ്പം എനിക്കൊരു കൃഷ്ണാനുഭവം അയച്ചു തന്നിട്ട് ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അതൊരു സങ്കടമാവില്ലേ? അപ്പോൾ എല്ലാവരും കേൾക്കുക. ഞാൻ ഒരുപാട് ആശിച്ചതായിരുന്നു ഗുരുവായൂരപ്പനെ കാണാൻ. ഇവിടുന്ന് നാരായണീയ പാരായണത്തിന് ഗുരുവായൂർ പോകാനൊക്കെ. പക്ഷെ പണം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് വിഷമിക്കും. അങ്ങനെ അവസാന ദിവസം പോകുന്നതിൻ്റെ തലേ ദിവസം കേട്ടോ എനിക്ക് വേണ്ടി ഒരാൾ സ്പോൺസർ ചെയ്തു. അങ്ങനെ ഞാനും ഗുരുവായൂരിലെത്തി. 6 മണിയോടെ എത്തിട്ടോ. കണ്ണനെ കാണാൻ ദീപസ്തംഭത്തിൻ്റെ അടുത്ത് നിന്നു. നോക്കിയപ്പോൾ ഉള്ളിൽ തിരക്കില്ല. കണ്ണൻ്റെ ഗോപിക്കുറി വരെ ഞാൻ കണ്ടു എന്ന് പറയുന്നതായിരിക്കും സത്യം. അങ്ങനെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാരായണീയം വായിച്ച് ഞങ്ങൾ ക്യൂവിൽ കയറി. ഉള്ളിൽ കടന്ന് തൊഴുതുട്ടോ. അപ്പോൾ എനിക്ക് നല്ല തലകറക്കുണ്ടായിരുന്നു. ഉള്ളിലെത്തിയപ്പോൾ കണ്ണാന്ന് വിളിച്ചു. അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് ശംഖാഭിഷേകം തൊഴുതുട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ പോയി. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, കണ്ണൻ്റെ ഉച്ചപൂജാലങ്കാരത്തിൽ വെണ്ണ പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ എൻ്റെ വിളി കേൾക്കുമെന്ന്, എൻ്റെ സങ്കടം കേൾക്കുമെന്ന്. കഴിച്ചു വന്ന് തൊഴുതപ്പോൾ ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലുമായിട്ട് ഉരുളിൽ കെട്ടിയ കണ്ണൻ, എൻ്റെ കണ്ണാ എനിക്ക് തിരക്ക് കാരണം തൊഴാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഒരു കാവൽക്കാരി ചേച്ചി എന്നോട് പതുക്കെ തൊഴുതിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. നന്നായി തൊഴുതു. വിളിച്ചാൽ കണ്ണൻ കൂടെ ഉണ്ടാവും. അത് 4 കൈയുള്ള വിഷ്ണുവോ ഓടക്കുഴലോ ഓതുന്ന കണ്ണനോ ആയിട്ടല്ല, പല രൂപത്തിൽ പല ചിന്തയിൽ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഉറപ്പ്. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ കഥ ഒന്നും പറയാനില്ല. ആ ഒരു കുട്ടിയുടെ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വളരെ സന്തോഷമായിട്ടോ. ഇത്തരം നമ്മുടെ പുതിയ തലമുറയും ഭഗവാന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നല്ല രീതിയിൽ മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ്. ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ കാര്യങ്ങളുണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.